നമസ്കാരം. ഇന്ത്യ സഖ്യത്തിനുള്ളിലെ അപ്രതീക്ഷിത നീക്കത്തിൽ ഇപ്പോൾ അടികിട്ടിരിക്കുകയാണ് ബി.ജെ.പിക്ക്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ത്യ മുന്നണിയെ നയിക്കാനുള്ള സന്നദ്ധത അറിയിച്ചതോടെ മുന്നണിയെ ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറി വരികയാണ്. ഇന്ത്യ സഖ്യം അതിൻ്റെ രൂപീകരണം മുതൽ തന്നെ വളരെയധികം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. അത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് പ്രതിഫലനമുണ്ടാക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിനൊപ്പം മറ്റു പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് കൂട്ടായി രാജ്യത്ത് നേടിയെടുത്തത് തന്നെ വലിയ വിജയമാണ്. ഈ വലിയ വിജയം അത് ബി.ജെ.പിക്ക് ഏറ്റ വലിയൊരു അടി എന്നതിനപ്പുറം മൂന്നാം ഊഴം നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തിൻ്റെ ലക്ഷണമാണെന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. എന്നാൽ അത് കഴിഞ്ഞ് ഇപ്പോൾ നടന്നിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെയാണ് കളിയാകെ മാറിയിരിക്കുന്നത്. തുടർച്ചയായിട്ട് നേരിടേണ്ടി വന്ന തോൽവികൾ ഇന്ത്യ സഖ്യത്തെ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയിലേക്ക് നയിച്ചു. ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള തോൽവികൾ സംഭവിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ തമ്മിലടി രൂക്ഷമായി എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ കോൺഗ്രസിനെതിരെയാണ് എല്ലാവരും നീങ്ങുന്നത് എന്നുള്ളതിനാൽ തന്നെ പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു വിട്ടുവീഴ്ച ചെയ്തേ മതിയാകൂ. ഇവിടെയാണ് മമതയുടെ പ്രാധാന്യം നിർണായകമാകുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃസ്ഥാനത്ത് ആര് വരണമെന്ന ചർച്ച മുറുകുന്നതിനിടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരുപാട് ഘടകകക്ഷികൾ രംഗത്ത് വന്നിരുന്നു. RJD നേതാവ് ലല്ലു പ്രസാദ് യാദവ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം NCP നേതാവ് ശരത് പവാർ തന്നെ മമതയുടെ പേര് എടുത്തു പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ അടക്കമുള്ളവരും മമതയ്ക്ക് പിന്തുണയുമായിട്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മമതാ ബാനർജി നേതൃത്വം ഏറ്റെടുക്കണമെന്നാണ് ഇപ്പോൾ ലല്ലു പ്രസാദ് യാദവ് അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഇന്ത്യ മുന്നണി തന്നെ രൂപീകരിക്കാൻ ഏറ്റവും മുന്നിൽ നിന്ന ഒരു നേതാവെന്ന് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ള എതിർപ്പ് കണക്കാക്കേണ്ടതില്ല എന്നാണ് ലല്ലു പ്രസാദ് യാദവ് തുറന്നു പറയുന്നത്. ഇന്ത്യ മുന്നണി രക്ഷപ്പെടണം, അതിനായിട്ട് മമതാ ബാനർജിയാണ് ഇന്ത്യയെ നയിക്കേണ്ടത്. RJD മമതയെ പിന്തുണയ്ക്കുന്നുവെന്നും ബീഹാറിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ RJDയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇത് പറയുന്നത് തന്നെ. ഇതോടെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് മമതാ ബാനർജിക്കുള്ള പിന്തുണയും ഇപ്പോൾ ഏറി വരികയാണ്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യത്തിന് വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഈ സാഹചര്യത്തിലാണ് മുന്നണി ഒരു നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർത്തി വരുന്നത്. മമതാ ബാനർജി നേതൃത്വത്തിലേക്ക് വരണമെന്ന് കഴിഞ്ഞ ദിവസം NCP നേതാവ് ശരത് പവാറും ആവശ്യപ്പെട്ടിരുന്നു. മമത വളരെയധികം ജനപിന്തുണയുള്ള കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരു നേതാവാണെന്നും അവർക്ക് സഖ്യത്തെ നയിക്കാൻ എല്ലാ അവകാശവും ഉണ്ടെന്നും പവാർ ഉറപ്പിച്ചു തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ വിഭാഗവും സമാജ്വാദി പാർട്ടിയും മമതാ ബാനർജി നേതൃത്വത്തിലേക്ക് എത്തുന്നതിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. മാത്രമല്ല ഈ നീക്കത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുതയും. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യ നേതൃത്വത്തിനെതിരെ ഇടതു കക്ഷികളും രംഗത്തെത്തുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇന്ത്യ സഖ്യത്തിലെ ഒട്ടുമിക്ക ഘടകകക്ഷികളും കോൺഗ്രസിനെതിരെ രംഗത്ത് വരികയും മമതാ ബാനർജിയെ നേതാവായി കൊണ്ടുവന്നാൽ മാത്രമേ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കാനും പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂവെന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കോൺഗ്രസ് അവർ സ്വയം മാറി നിന്ന് മമതയ്ക്ക് നേതൃത്വം കൈമാറേണ്ടി വരുന്നത്. അതുമാത്രമല്ല, തനിക്കൊരു അവസരം നൽകുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വം പൂർണ്ണമായി ഏറ്റെടുക്കാൻ സന്നദ്ധയാണെന്ന് മമത അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് താൻ ഉൾപ്പെടെയുള്ളവരാണെന്നും അത് കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ചുമതല ഇപ്പോൾ നേതൃനിരയിൽ ഉള്ളവർക്കാണെന്നും അവർക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ താൻ തന്നെ ഇതിൽ നേരിട്ട് ഇടപെടുമെന്നുള്ള ഒരു സൂചനയും മമത ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞിരുന്നു. അതായത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നതാണ് പ്രധാനമെന്നും തനിക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യവും ആത്മവിശ്വാസവും ഉണ്ടെന്നാണ് മമതാ ബാനർജി ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃനിരയിൽ സമൂലമായിട്ടുള്ള ഒരു മാറ്റം വരാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.